ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് തെമ്മാടികളെ കുറിച്ചാണ്. അങ്ങോട്ടേക്ക് നോക്കൂ. ഇത് തെമ്മാടിക്കുന്ന്. തെമ്മാടിക്കുന്ന് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് തെമ്മാടികൾ നിറഞ്ഞ കുന്നായി കേൾവിക്കാർ ഈ ഗ്രാമത്തെ കരുതണ്ട. ഓക്കെ. തെമ്മാടികൾക്ക് പകരമായി ഒരു പറ്റം താന്തോന്നികൾ ഇവിടെ ഉണ്ടായി. സോറി, ആള് മാറിപ്പോയി. അപ്പൊ ശരി. ഈ കഥ പറയുവാനുള്ളതല്ല, കാണുവാനുള്ളതാണ്. തെമ്മാടിക്കുന്നിലെ താന്തോന്നികളുടെ കഥ. എന്തൊരു കഥാപ്രസംഗം സിമ്പിൾ അടിച്ച് കളിക്കാനായിട്ട് പെട്ടെന്നുള്ള ഒരു ആവേശത്തില് അങ്ങനെ ആവേശിക്കണ്ട കേട്ടാ. പടം തുടങ്ങുന്ന തെമ്മാടി പഞ്ചായത്തിൽ 2 തെമ്മാടി ഗ്യാങ് കാട്ടിട്ടാണ്. അവര് കള്ള് ഷാപ്പിൽ ഡാൻസ് ചെയ്ത് വൈബ് ചെയ്യാണ്. എന്താണ് ഒരു മൈൻഡില്ലാതെ? സീരിയസ് ആയിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ. പിന്നെ ഇവന്മാരുടെ ഈ ഷോ കാണുമ്പോ ഈ സിനിമയിലെ നായകനായിട്ടുള്ള തെമ്മാടി അണ്ണൻ അവന്മാരൊക്കെ ഇടിച്ചു കൂട്ടും. തെമ്മാടിക്കുന്നിന് പുതിയ അവകാശികൾ വന്നേക്കണം. അപ്പം നമ്മളാ നീ എടുത്തോ, സ്ലോ മോഷൻ മതി. പിന്നെ എടുക്കുമ്പോ സ്ലോ മോഷനിൽ എടുക്കണമെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ സ്പീഡാകണം. അതേപോലത്തെ ഫാഷൻ. വെറുതെ ചിരിപ്പിക്കരുത്. പിന്നെ അവിടെ കൊല ഫൈറ്റാ. ആ ഫൈറ്റിനെ കുറിച്ച് പറയണെങ്കിൽ അലിൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിമിൽ ഇതിലും നല്ല ഫൈറ്റ് ഉണ്ട്. ഇതാ ചക്കക്കുരു ഫൈറ്റ്. ഒരു ചക്കക്കുരു പൊട്ടുന്ന പോലെയാണ് ഫൈറ്റ്. പിന്നെ ഇവന്മാരെ അവിടെ തല്ലുണ്ടാക്കണ കണ്ടിട്ട് അവിടുത്തെ പോലീസുകാർ ഇവന്മാരെ അറസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങോട്ട് ഇവന്മാരുടെ ആശാനായിട്ടുള്ള പാഷാണ് ഷാജി വന്നിട്ട് അവന്മാരെ രക്ഷിക്കും. പിന്നെ ഇവന്മാരെ കുറിച്ച് പറയണെങ്കിൽ ആളെങ്ങനെയാന്ന് ചോദിച്ചാ എറണാകുളം MG റോഡിൽ ഇപ്പൊ ഒരു സെന്റിന് എത്ര രൂപ കാണും? ഒരു 50 ലക്ഷം. ഇവനെ അവിടെ കൊണ്ട് താമസിപ്പിച്ച പിറ്റേ ദിവസം 10,000 രൂപയ്ക്ക് ആളുകൾ വിറ്റിട്ട് ഓടിക്കളെ. ഈ യമലോക പെരട്ടാന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. പിന്നെ തെമ്മാടി അണ്ണനൊരു അനീതി ഉണ്ട്. എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ? പിന്നെ തെമ്മാടി അണ്ണന്റെ തെമ്മാടിത്തരം നിർത്താൻ വേണ്ടിട്ട് വീട്ടുകാർ ഒരു ഐഡിയ കണ്ടുപിടിക്കും. നമ്മുടെ മോൻ നന്നാവും, ഒരു കല്യാണം ആലോചിച്ചാലോ? പെണ്ണ് കെട്ടി കഴിയുമ്പോ ഒരു ഉത്തരവാദിത്വമൊക്കെ വരും. എന്നിട്ട് വേണം ആ പെണ്ണിന്റെ ലൈഫും കൂടി മൂഞ്ചാനായിട്ട്. പിന്നെ അവൻ ബൈക്ക് എടുത്തിട്ട് പുറത്തേക്ക് പോകും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വള്ളി പിടിക്കാനായിട്ട്. മര്യാദയ്ക്ക് റോട്ടിൽ കൂടെ പോയോണ്ടിരിക്കണ ബസ്സിന്റെ മുന്നിൽ ചാടിയിട്ട് ബ്രേക്ക് പിടിക്കും. എന്നാ കഴപ്പാടാണ് നിനക്ക്. ആകാശത്തേക്കോടെ പണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ട. ഇതാണ് ഐറ്റം. ആനയെ കണ്ട പേടിക്കാത്ത ആദ്യം പട്ടിത്തീട്ടത്തെ കണ്ട് പേടിക്കുന്നത്. ഞങ്ങളെ പറ്റി അറിയാലോ. നീ ഏത് മുതലാളിയുടെ തീട്ടം കുരിയാണെങ്കിലും എനിക്കെന്താ? സാറാ എന്റെപ്പന്റെ ആരെങ്കിലും ആണോ? അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. ബസ് അടിച്ച് ബൈക്കാര് മരിച്ചെന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ബൈക്ക് അടിച്ച് ബസ് ഡ്രൈവർ മരിച്ചെന്ന് കേട്ടിട്ടുണ്ടാവില്ല. അത് നീ കാണും. എന്തിനാടാ കൊന്നിട്ട്? പിന്നെ ഇവന്റെ ഈ ഷോയൊക്കെ കണ്ടിട്ട് ആ ബസ്സിലിരിക്കണ ഒരു പെണ്ണ് ഇറങ്ങി വരും. അതിനെ കാണുമ്പോ എന്നെ നമ്മുടെ തെമ്മാടി അണ്ണന് ക്രഷ് അടിക്കും. അല്ല ഈ നട്ടാപ്പറ വെയിലത്തും മങ്കിയപ്പോ വെച്ച് നടക്കാൻ നിൽക്കുന്നടി പ്രാന്താ. നീ തപസ്സിരുന്നാ കിട്ടോ എന്നെ പോലെ ചുള്ളനെ. പിന്നെ പാഷാണ് ഷാജിയുടെ ഗ്യാങ്ങിൽ ഒരു മെഴുകുതിരി സൈക്കോ ഉണ്ട്. മൂപ്പര 2 പോക്കറ്റിലും മെഴുകുതിരി വെച്ച് നടക്കും. മൂപ്പര് ഒരു പ്രത്യേക തരം സൈക്കോ ആണ്. അദ്ദേഹം ഒരു മെഴുകുതിരിയാണ്. അതായത് ഈ ജൂലൈ മാസം മൊത്തം പൊട്ടിത്തെറിയായിരുന്നു, വിസ്ഫോടന മാസമാണ്. അപ്പോൾ അതിനിടയിൽ ഒരു മെഴുകുതിരിയായിട്ട് പ്രവർത്തിക്കുക. അതായത് ഈ പടക്കങ്ങൾക്കും ഗുണ്ടുകൾക്കും ഇതുപോലത്തെ സ്ഫോടന ശേഷിയുള്ള വസ്തുക്കൾക്കും തീ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മെഴുകുതിരി. പിന്നെ ആ ബസ്സിൽ വെച്ച് കണ്ട സൈക്കോ ചേച്ചി അനിയന്റെ കൂടെ പള്ളിക്ക് പോകും. അപ്പൊ അവിടെയുള്ള കുറച്ച് അമ്മാവന്മാര് അവളോട് ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കും. ഒരു പണക്കാരനെ കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുക. പിന്നെ തെമ്മാടി അണ്ണൻ അവളുടെ പിന്നാലെ നടന്ന് കോഴിത്തരം കാണിക്കും. എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. മനമേ നീ പാടൂ പ്രേമാർദ്രം. നിങ്ങളുടെ പെങ്ങളെ എനിക്ക് വേണം, അവളെ എനിക്ക് തരണം. ഞാനിങ്ങ് എടുക്കുക. തനിക്ക് പിന്നാലെ നടക്കാൻ പണിയൊന്നുമില്ല.
തൊഴിൽ രഹിതരെ ആക്കല്ലേ. പിന്നെ അവൻ അവളുടെ പിന്നാലെ നടന്ന അവസാനം അവള് സെറ്റാവും. ഘോരഘോരം സാരസാരം ധീരധീരം കൊണ്ട പ്രേമം നാഥ സുന്ദര പ്രപഞ്ച സത്തരാകാലയ സത്വരപ്രഹ മറ്റൊരാളാണ് ചങ്കിലെ പിടപ്പു തളമേറ്റും ചന്ദിര പിറപ്പുകാല രാത്രി ഓള മെലഡി മെലഡി ഓള മെലഡി ദാനി സരിഗ സരിരി ദാനി സരിരി സാ. പിള്ളേരൊക്കെ മോനെ തുടിക്ക പ്ലക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. പിന്നെ ഇവരുടെ പഞ്ചായത്തിൽ കുറച്ച് പിള്ളേര് വലിക്കും. അപ്പൊ അത് ഉമ്മാര് കണ്ടിട്ട് അവന്മാരെ ഉപദേശിച്ചിട്ട് കുറച്ച് തല്ലും. നിങ്ങൾ ചോദിക്കുക എല്ലാ ദിവസവും തണ്ണി അടിച്ചിട്ട് റോട്ടിൽ കിടക്കണ ഉമ്മാരെന്തിനാ ഉപദേശിക്കണേന്ന്? കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ആ തല്ല് കൊണ്ട പിള്ളേര് ഗുണ്ടകൾ ഇറക്കും ഉമ്മാരെ തല്ലാനായിട്ട്. അപ്പൊ പിന്നെ ഒരു ഫൈറ്റ് നടക്കും, തെമ്മാടി വേഴ്സസ് ഗുണ്ടകൾ. തെമ്മാടിക്കുന്നിലൊന്ന് വേഷം കണ്ടിറക്കി ഇടിച്ച് തൂറിക്കും ഞങ്ങള്. എന്നാ പാടാ. ഞങ്ങൾ ക്രിമിനൽ അല്ല, തെമ്മാടികളാണ്. വലിയ ഗുണ്ടയല്ല, കൊടും ക്രിമിനൽ അല്ല, വെറും പാവം തെമ്മാടികളാണ് ഞങ്ങൾ. ഞങ്ങൾ ക്രിമിനൽ അല്ല, തെമ്മാടികളാണ്. പിന്നെ ഇവരുടെ ഈ അലമ്പൊക്കെ കണ്ടിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പഞ്ചായത്തിന്റെ പേര് മാറ്റാൻ പോവാന്ന് ഗ്യാങ് ലീഡർ ആയിട്ടുള്ള പാഷാണ ഷാജിയോട് പോയി പറയും. പ്രസിഡന്റെ, തെമ്മാടിക്കുന്നുള്ള പേര് മാറ്റുന്ന കാര്യം തന്റെ ഈ മുടിഞ്ഞ ജന്മം ചത്ത് മണ്ണടിഞ്ഞതിന് ശേഷം ആലോചിച്ചോളാം. അത്രമാത്രം സ്നേഹിച്ചിരുന്നു അവർ തെമ്മാടിക്കുന്ന് എന്ന പേരിനെ. പിന്നെ ഒരു ബൈക്കിൽ പോണ സമയത്ത് ഒരു കാറുകാരനായിട്ട് തല്ലാവും. പിന്നെ ഒരു ട്വിസ്റ്റാണ് ഗൈസ്. ആ കാറുകാരൻ ഒരു പോലീസുകാരനാണ്. ഭയങ്കര ട്വിസ്റ്റായി പോയി. സോബി തെലുങ്കന്റെ സൗണ്ടും ഈ എയർ പിടിച്ചിട്ട് അത് പോലീസുകാരനല്ല എന്ന് ഞങ്ങൾക്ക് തോന്നാനായിട്ട് ഞങ്ങൾക്ക് പ്രാന്തൊന്നുമില്ലടാ. സംഭവം പൊളിഞ്ഞായിരുന്നു. പിന്നെ ആ പോലീസുകാരൻ ഇവന്മാർക്ക് ഇട്ട് 2 ഇടി കൊടുക്കും അവിടെ വെച്ച് ഷോ കാട്ടിയതിന്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. പിന്നെ ഒരു ദിവസം ഒരു രാത്രി സ്പിരിറ്റ് കടത്തിയിട്ട് വെള്ളം അടിച്ചിട്ട് കാർ ഓടിക്കുന്ന സമയത്ത് ഒരാളെ ഇടിച്ചിട്ട് ആള് ചാവും. എന്നിട്ട് ഈ മണ്ടന്മാരെ ആ സ്പിരിറ്റുള്ള കാറ് റോട്ടിലിട്ടിട്ട് പാഷാണ ഷാജിയുള്ള സ്ഥലത്തേക്ക് പോവും. അപ്പൊ പോലീസുകാർ സ്പിരിറ്റ് കടത്തിയതിന് ആളെ വണ്ടി ഇടിച്ച് കൊന്നതിനും 2നും കേസ് എടുക്കും ഇവർക്കെതിരെ. കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാൻ. പിന്നെ ഷാജി അണ്ണന്റെ വീട്ടിലേക്ക് പോലീസുകാർ വന്നിട്ട് അവന്മാരെ എവിടെയാണെന്ന് ചോദിക്കും. എന്നിട്ട് പോലീസുകാർ പോണ സമയത്ത് ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ആ പിള്ളേര് ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവും. അവനെ ഒന്ന് ശ്രദ്ധിച്ചേക്കും. ഓക്കെ സർ. A few moments later. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. പിന്നെ പോലീസുകാരൻ ആ ഗ്യാങ്ങിനെ അങ്ങ് ഇടിച്ചു കൂട്ടും. അയാളുടെ പയറുമണി പോയിന്ന്. നിന്റെ അച്ഛനെ പറിച്ചെടുക്കും. സാറേ ഞങ്ങൾ തെമ്മാടികളാണ്, ഗുണ്ടകളല്ല. പിന്നെ ഷാജി അണ്ണൻ വക്കീലിനെ വെച്ചിട്ട് അവരെ ജാമ്യത്തിൽ ഇറക്കും. എന്നിട്ട് പഞ്ചായത്തിൽ വന്നിട്ട് മാസ് കാണിക്കും. പിന്നെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തെമ്മാടി അണ്ണൻ ഒരു നന്മമരാവും. എന്നിട്ട് അന്ന് ആ വണ്ടി ഇടിച്ച് കൊന്ന ആൾക്ക് ഭാര്യയും കൊച്ചുണ്ട്. എന്നിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട്, ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചിട്ട് വണ്ടി ഇടിച്ച് കൊന്നു, കുഴപ്പമൊന്നുമില്ല ചേച്ചിനെ ഞാൻ കെട്ടിക്കൊണ്ടെന്ന് പോയി പറയും. ഇനി ആർക്ക് വേണം വലിഞ്ഞേറി വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. പിന്നെ ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ മങ്കി ക്യാപ്പ് വെച്ച് പെണ്ണ പോലീസുകാരനെ കല്യാണം കഴിക്കും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തെമ്മാടി അണ്ണനാകെ സാഡായിരിക്കുന്ന സമയത്ത് അവനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരന്മാരെല്ലാവരും പോയിട്ട് ആ മറ്റേ പെണ്ണിനെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യും. അപ്പൊ അവിടേക്ക് ഒരു ലോറി വന്നിട്ട് അവരങ്ങ് ഇടിക്കും. അങ്ങനെ അവരെല്ലാവരും ചാവും. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. പിന്നെ ഈ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ തെമ്മാടി എണ്ണം വന്നിട്ട് അവിടെ നിന്ന് കരയും. പിന്നെ അങ്ങോട്ട് നാഷണൽ അവാർഡ് കിട്ടണ ലെവലിലുള്ള പെർഫോമൻസ്. കേരള സ്റ്റോറി ഇറങ്ങിയില്ലെങ്കിൽ ഇവന് എന്തായാലും കിട്ടിയേനെ. എനിക്ക് ചിരിയാ വരുന്നത്. പിന്നെ ആ മരിച്ച പെണ്ണിനെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിനെ കൊണ്ട് ബലിയിടിപ്പിക്കും. എടി കൊച്ചെ വേഗം വല്ല ഓർഫനേജിക്ക് ഓടിപ്പൊക്കോട്ടാ. ഇവന്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ ബലിയിടേണ്ടി വരും, ഉറപ്പാ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അങ്ങനെ പടം കഴിഞ്ഞു.